ബിന്ദു കൃഷ്ണ കൊല്ലത്തെ UDFിൻ്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഒരു ജെൻറ്റിൽ വിമണാണ്. ആൾ വളരെ വളരെ നിഷ്കളങ്കയാണ്. വളരെ അങ്ങനെ വലിയ തരികിടയൊന്നുമില്ല. അതിനേക്കാളൊക്കെ പ്രധാനം ഈ കൊല്ലം ജില്ലയിലെ ഈ കോൺഗ്രസ് ആൺകോയ്മയുടെയിലെ ആണുങ്ങളുടെ ഇടയിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ഒരു നേതാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അങ്ങനെയുള്ള ബിന്ദു കൃഷ്ണയാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. ഇവിടെ കൊല്ലത്ത്. ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ മോശമല്ല, ജയമോഹൻ. അദ്ദേഹം ഒരു ജെൻറ്റിൽമാനാണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആളായിരുന്നു. അപ്പോൾ ഒരു ജെൻറ്റിൽമാൻ മത്സരമാണ് ഇപ്രാവശ്യം നമുക്ക് കൊല്ലത്ത് കാണാൻ കഴിയുന്നത്. BJPയുടെ കാൻഡിഡേറ്റ് ആരെന്നറിയില്ല. ഇനി കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് ഇല്ലാതെ തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയൻ വരികയും വട്ടിയൂർക്കാവിൽ ശ്രീലേഖ IPS വരികയും ചെയ്ത സാഹചര്യത്തിൽ ഇനി കൃഷ്ണകുമാർ കൊല്ലത്തേക്ക് പോകുമോ എന്ന് നമുക്കറിയില്ല. ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം ബിന്ദു കൃഷ്ണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അവരുടെ 2021 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ CPMലെ മുകേഷ് സിനിമാ നടനോട് മത്സരിച്ചിട്ട് 56,452 വോട്ട് പിടിച്ചു. മുകേഷ് പിടിച്ചത് 58,524 എന്ന് പറഞ്ഞാൽ 2072 വോട്ടിനാണ് തോറ്റുപോയത്. 1500 വോട്ട് കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ 1500 വേണ്ട 1035 പിടിച്ചെങ്കിൽ തുല്യമാകുമായിരുന്നു. 1500 വോട്ട് കൂടി മറിക്കാൻ കഴിഞ്ഞെങ്കിൽ ബിന്ദു കൃഷ്ണ ജയിക്കുമായിരുന്നു. ബിന്ദു കൃഷ്ണ തോറ്റുപോയതിനെക്കുറിച്ച് കൊല്ലത്ത് അകത്തളങ്ങളിൽ നടക്കുന്ന വർത്തമാനം, ബിന്ദു കൃഷ്ണയെ തോൽപ്പിച്ചതാണ് കോൺഗ്രസ്സുകാർ. അങ്ങനെ എവളിപ്പോൾ ആളാവണ്ട, അങ്ങനെ എവളിപ്പോൾ വലിയ കേമത്തിയൊന്നും ആവണ്ട, ജയിച്ചാൽ UDF വന്നാൽ ചിലപ്പോൾ മന്ത്രി വല്ലതും ആയാലോ, അങ്ങനെ ഇപ്പോൾ അവൾ ഷൈൻ ചെയ്യണ്ട എന്നൊരു തോന്നൽ അവിടുത്തെ കോൺഗ്രസ്സിനകത്തുള്ള ഒരു ആൺമേൽക്കോയ്മയ്ക്ക് ഉണ്ടായിരുന്നുവെന്ന് ഒരു കിഞ്ചന വർത്തമാനം കൊല്ലത്തുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. എന്തായാലും ബിന്ദു കൃഷ്ണ നേരത്തെ ചാത്തന്നൂർ മത്സരിച്ചതായിട്ടൊരു രേഖ കാണുന്നു. അതുപോലെ തന്നെ അവർ കൊല്ലം സീറ്റിൽ ഇനി ജയിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവർ തീർച്ചയായിട്ടും കൊല്ലം സീറ്റിൽ കോൺഗ്രസ്സുകാർ മര്യാദയ്ക്ക് നിന്ന് വോട്ട് ചെയ്താൽ, അതാണ്, വേറെ ഒരു ഡെക്കറേഷനും വേണ്ട, കോൺഗ്രസ്സുകാർ മര്യാദയ്ക്ക് നിന്ന് വോട്ട് ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് മത്സരിച്ച് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആൻറ്റി ഇൻകംബൻസ് വലിയ തോതിലാണ് കിടക്കുന്നത്. ഈ ആൻറ്റി ഇൻകംബൻസിനെ ജയമോഹൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അത് കഴിയുമല്ലോ നമുക്ക് പറയത്തില്ല. കാരണം അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനാണ്. അപ്പോൾ ആ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് കൊല്ലം ജില്ലയിൽ മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ CPMൻ്റെ കെയർ ഓഫിലാണുള്ള മത്സരമാണെങ്കിൽ ജയമോഹൻ തോറ്റുപോകും. ബിന്ദു കൃഷ്ണ ജയിക്കാനാണ് സാഹചര്യമുള്ളത്. അതേസമയം ഞാൻ ഈ പറഞ്ഞ ജയമോഹന്റെ വ്യക്തിബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കാര്യങ്ങളും അതിൻ്റെ കണക്ഷൻസും കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ക്ഷേമനിധിയല്ല കശുവണ്ടി കോർപ്പറേഷൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു പദവിയിലേക്കൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണയായിരിക്കും അവിടെ പ്രധാനമായി ജയിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അവിടെ BJPയുടെ വോട്ടും വളരെ നിർണായകമാണ്. കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റിൽ മത്സരിച്ചത് കൃഷ്ണകുമാറാണ്. ഇപ്രാവശ്യം അസംബ്ലിയിൽ ആരാണ് മത്സരിക്കുക എന്നറിയില്ല. BJPയുടെ അവസ്ഥയും വളരെ മോശമല്ലാത്തൊരു പങ്കാളിത്തം BJPക്ക് പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. കോർപ്പറേഷനിൽ BJP പല വാർഡുകളിലും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്താണ് കൃഷ്ണകുമാർ എത്തിയത്. കൊല്ലം അസംബ്ലി സീറ്റിൽ ആരാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതെന്നുള്ളതും വളരെ പ്രധാനമാണ്. കൊല്ലം നിയമസഭാ സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ആളുകൾ തന്നെ ആയിരിക്കുമോ ഇപ്രാവശ്യം മത്സരിക്കുക എന്നറിയില്ല. എന്തായാലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരാണ് മത്സരിക്കുക എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഗോപകുമാർ മത്സരിക്കുന്നത്, VB ഗോപകുമാർ മത്സരിക്കുന്ന ചാത്തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അത്യാവശ്യം വോട്ടൊക്കെ പിടിച്ചതാണ്. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന സുനിൽ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് 14,252 വോട്ടേ പിടിച്ചുള്ളൂ. അതേസമയം അത് വലിയ വോട്ട് അവിടെ കൊല്ലത്ത് പിടിച്ചില്ല എന്നുള്ളതാണ്. കാരണം കൊല്ലം മണ്ഡലം പണ്ടേ ഒരു ഇടതുപക്ഷ മനസ്സുള്ളൊരു മണ്ഡലമാണ്. കയറ്, കൈത്തറി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, കശുവണ്ടി കൊല്ലത്തെ ഒരു വലിയ ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ഇടതുപക്ഷക്കാർ. പിന്നെ ഈഴവർക്ക് വലിയ പങ്കാളിത്തമുള്ളൊരു മണ്ഡലമാണ്. ഈഴവാസിന് വലിയ പങ്കാളിത്തമുണ്ട്. അതേസമയം RSP വലിയ തോതിൽ പണ്ട് കാലത്ത് അവിടെ ജയിച്ചിട്ടുണ്ട്. അവിടെ NK പ്രേമേന്ദ്രനാണ് കൊല്ലം പാർലമെൻറ്റിൽ MA ബേബിയെ തോൽപ്പിച്ച് പോലും പാർലമെൻറ്റിൽ വന്നത് NK പ്രേമേന്ദ്രനാണ്.
പിണറായി വിജയൻ പരനാറിയെന്നും കൊലം കുത്തിയെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമുണ്ടാക്കിയിട്ടും എൻ കെ പ്രേമചന്ദ്രൻ അവിടെ ജയിച്ചു വന്നു. ഇനി നിന്നാലും എൻ കെ പ്രേമചന്ദ്രൻ തന്നെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ കൊല്ലം മണ്ഡലത്തിൻ്റെ മൊത്തം രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ BJP ഇപ്രാവശ്യം നല്ല വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്രാവശ്യം വീണ്ടും സുനിൽ തന്നെ വരാനുള്ള സാധ്യതയാണോ എന്നറിയത്തില്ല. കൃഷ്ണകുമാറിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം അവിടെ നേരത്തെ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഈ കൃഷ്ണകുമാർ ചിലപ്പോൾ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കൃഷ്ണകുമാർ നല്ല വോട്ട് പിടിക്കും. കൃഷ്ണകുമാർ അവിടെ ആൾറെഡി ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. അപ്പോൾ കൃഷ്ണകുമാർ അവിടെ ഫെമിലിയർ ആയിട്ടുണ്ട്, വോട്ടർമാർക്ക് ഫെമിലിയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ നല്ല വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും പ്രധാന മത്സരം നടക്കുന്നത് ബിന്ദു കൃഷ്ണ വേഴ്സസ് അഡ്വക്കേറ്റ് എസ് ജയമോഹൻ. ബിന്ദു കൃഷ്ണ ഈ കുറിച്ചും അഴിമതിയൊന്നും പറയാനില്ല, സ്വജനപക്ഷപാതം പറയാനില്ല, മുമ്പ് MLA ആയിട്ടില്ല, വനിതയാണ്. വനിതയ്ക്കപ്പുറമുള്ള പുരുഷന്മാരെക്കാൾ വലിയ നേതാവാണ്. അങ്ങനെയുണ്ടല്ലോ, വനിത എന്ന് പറഞ്ഞങ്ങനെ ഏത് കാര്യത്തിനും വളരെ മുന്നിൽ നിൽക്കുന്ന, സമരകാര്യത്തിലും അവിടെ കെട്ടിടമുണ്ടാക്കുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും കോൺഗ്രസിനെ കൊല്ലം ജില്ലയിൽ പടുത്തുയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആരാണ്. അവർ DCC പ്രസിഡൻറ്റ് പദവി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ നേതാവാണ് ബിന്ദു കൃഷ്ണ. പക്ഷേ അവരെ നിൽക്കുമ്പോൾ വേറെ ചില ചേട്ടന്മാർ എവളാരാണ് ഇതിൽ നിൽക്കാൻ, എവളിപ്പോൾ ജയിച്ചാൽ മന്ത്രിയാകുമോ, എവളെ തോൽപ്പിക്കണമെന്ന് ചില കോൺഗ്രസ്സുകാർ തന്നെ വിചാരിച്ചാൽ അവർ തോറ്റുപോകും. കാരണം അല്ലെങ്കിൽ ഈ സംസ്ഥാനത്താകെ ഉണ്ടായി വരുന്ന ഒരു തരംഗം, UDFന് അനുകൂലമായൊരു തരംഗമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ആ തരംഗത്തിൽ ഇപ്പോൾ നെക്ക് ടു നെക്കാണെന്ന് പല ചാനലുകളും ഇപ്പോൾ റിപ്പോർട്ടർ ചാനലൊക്കെ റിപ്പോർട്ടർ ചാനലിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല റിപ്പോർട്ടർ ചാനലിന് പറയാൻ പറ്റുമോ UDFന് അപ്പർ ഹാൻഡ് കിട്ടുമെന്ന് ഒരിക്കലും റിപ്പോർട്ടർ ചാനൽ പറയാൻ പറ്റില്ല. കാരണം അവർക്ക് അന്നമ്മ കഴിച്ച് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അവർ 16 ലക്ഷം ആളുകളെയൊക്കെ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മാതൃഭൂമി ചാനൽ ടൈറ്റാണ് പറഞ്ഞിരിക്കുന്നത്, അതേസമയം മനോരമ ചാനൽ പറഞ്ഞിരിക്കുന്നത് UDFന് അപ്പർ ഹാൻഡാണ്. പല സർവേകളും പല രൂപത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തായാലും കൊല്ലം നിയോജകമണ്ഡലത്തിൽ ഞാൻ ഈ പറഞ്ഞതാണ് സംഭവിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും അതിൽ കോൺഗ്രസ്സുകാർ അകമഴിഞ്ഞ് മനസ്സ് വെച്ച് വോട്ട് ചെയ്യുകയും പരമാവധി ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്താൽ ബിന്ദു കൃഷ്ണയ്ക്ക് ഈസി വാക്ക് ഓവറാണ്. അല്ല എങ്കിൽ ജയമോഹൻ വിജയിക്കും. പക്ഷേ ജയമോഹന് അഡ്വാൻറ്റേജുള്ള ചില കാര്യങ്ങളുണ്ട് അവിടെ. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം, അദ്ദേഹം അഴിമതിക്കാരനല്ല, അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് ജയമോഹന സമയം. പാർട്ടിയുടെ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സഹാക്കളൊക്കെ നന്നായി പ്രവർത്തിക്കും. അങ്ങനെ വന്നാൽ ജയമോഹൻ്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഒരു ജെൻറ്റിൽമാനും ഒരു ജെൻറ്റിൽ വുമണുമായിട്ടുള്ള ഒരു ജെൻറ്റിൽ മത്സരമായിരിക്കും കൊല്ലത്ത് നടക്കുക. ഇനി വരാനിരിക്കുന്ന BJPയുടെ ജെൻറ്റിൽമാൻ ആരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി.